എത്ര വ്യത്യാസത്തിലാണ് സത്യത്തെ ഈ നാറിയായിട്ടുള്ള തീവ്രവാദിയായിട്ടുള്ള ദാവൂദ് വളച്ചൊടിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഇങ്ങനെ തന്നെയാണ് എല്ലാ കാര്യങ്ങളിലും ഇവർ അസത്യം പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അധിക്ഷേപിച്ച ഈ സഖാവ് കണ്ണൻ എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഖാവിന്റെ ക്ലാസ് കേട്ടാണ് ഞാൻ വളർന്നത് എന്ന് ദാവൂദ് ഒരു അവസരത്തിൽ പറയുന്നുണ്ട്. അഭിമാനത്തോടു കൂടി പറയുന്നു, ഇത്തരത്തിൽ കറകളഞ്ഞ മതേതര വിശ്വാസികളുടെ ക്ലാസ് കേട്ടാണ് ഞാനൊക്കെ വളർന്നത്. തന്നെ പോലെ മൗദൂദികളുടെ ക്ലാസ് കേട്ടല്ല ഞാൻ വളർന്നത്. അതിന്റെ ഒരു നിലപാട് എനിക്കുമുണ്ടാവും, നിനക്കുമുണ്ടാവും. CPIM-ന്റെ മലപ്പുറത്തെ പാർട്ടി പ്രവർത്തകനെ സക്കറിയ സീറ്റിയുടെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത്. സക്കറിയ സീറ്റിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് മീഡിയ വേണ്ട ഇരുട്ടുമുറി ചർച്ചയിൽ ദാവൂദ് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. മാത്രമല്ല ചില അബദ്ധങ്ങളും ചില പച്ചക്കള്ളങ്ങളും ദാവൂദ് പറഞ്ഞിരുന്നു. അതിനുള്ള മറുപടിയാണ് ഇവിടെ സക്കറിയ പറയുന്നത്. വ്യക്തമായിട്ട് ദാവൂദിൻ്റെ പച്ചക്കള്ളങ്ങളെ പൊളിച്ചടിക്കുകയാണ് സക്കറിയുടെ വാക്കുകൾ. കേൾക്കേണ്ട വാക്കുകളാണ്, ചർച്ച ചെയ്യപ്പെടേണ്ട വാക്കുകളാണ്. ദാവൂദ് പറഞ്ഞ വാക്കിനെ അതേപടി എടുത്ത് വ്യക്തമായിട്ട് അതിലെ കള്ളങ്ങൾ എന്തൊക്കെയാണെന്ന് നിരത്തുകയാണ് ഇവിടെ സക്കറിയ ചെയ്തിട്ടുള്ളത്. സക്കറിയുടെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. ഹായ് പ്രിയപ്പെട്ടവരെ, ചരിത്രത്തിൽ ആദ്യമായി ദാവൂദ് എന്ന് പറയുന്ന ഔട്ട് ഓഫ് ഫോക്കസിലെ വർഗീയവാദി ഇന്നലെ ഇരുട്ടുമുറിയിൽ നിന്ന് പുറത്തു വന്ന് ചില ജൽപ്പനങ്ങൾ നടത്തി. ആ ജൽപ്പനങ്ങളിലെ ചില കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം മറുപടി പറയാനാണ് ഇപ്പോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. ഒന്ന്, ഞാനുമായി നേരിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. എൻ്റെ വാഹനവുമായി പിടിച്ചതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം. ആ വാഹനം പിടിച്ചത് ദാവൂദ് എൻ്റെ വാഹനം പിടിച്ചതിന് ശേഷം ഞാൻ എൻ്റെ FB-യിലിട്ട ഒരു പോസ്റ്റിനെ ഉദ്ധരിച്ചുകൊണ്ട് അന്ന് ഔട്ട് ഓഫ് ഫോക്കസ് എന്ന് പറയുന്ന സ്ഥിരം വർഗീയ പരിപാടിയിൽ ഒരു പരിപാടി നടത്തി. ആ പരിപാടിയിൽ ദാവൂദ് അന്ന് പറഞ്ഞത്, എൻ്റെ വാഹനം പിടിച്ചു, ഞാൻ വളരെ പ്രയാസപ്പെടുന്നു. അങ്ങനെ എൻ്റെ വാഹനം പിടിച്ചത് വണ്ടൂർ പോലീസാണ് എന്ന് പറയാതെ, അതല്ലെങ്കിൽ ഷാവുൽ അമീദാണ് എന്ന് പറയാതെ, എൻ്റെ വാഹനം പിടിച്ചു എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച ഉടനെ തന്നെ അത് കൊണ്ടുപോയി കാളികാവ് പോലീസ് സ്റ്റേഷനിലെ SHO ആയിരുന്ന ശശിധരൻ പിള്ള സാറിന്റെ മേത്തേക്ക് ഇടുകയാണ് ഉണ്ടായത്. ഈ സംഭവം എന്തുകൊണ്ട് വിവാദമായി എന്ന് ചോദിച്ചാൽ, ഈ പരിപാടി ഞാൻ കണ്ടതിന് ശേഷം എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ വീണ്ടും എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലിട്ടു. ആ ഫേസ്ബുക്ക് പോസ്റ്റിലിട്ടത് ഇങ്ങനെയാണ്: എൻ്റെ വാഹനം പിടിച്ചത് വണ്ടൂർ പോലീസ് സ്റ്റേഷനിലെ ഷാവുൽ അമീദാണ്. പക്ഷേ ഔട്ട് ഓഫ് ഫോക്കസിൽ ദാവൂദ് അടക്കമുള്ളവർക്ക് ഈ വിഷയത്തെ ഒരു വർഗീയവൽക്കരിക്കുന്നതിന് വേണ്ടി എൻ്റെ വാഹനം പിടിച്ച ഷാവുൽ അമീദ് എന്ന പേര് മാറ്റി അവർ ശശിധരൻ പിള്ള എന്ന പേരാക്കി. അത് മാത്രമല്ല, അന്നത്തെ അവരുടെ പരിപാടിയുടെ അജണ്ട മലപ്പുറത്ത് പോലീസ് RSSനെ സഹായിക്കുന്നു, RSSനെ വേണ്ടി പോലീസ് നിലപാടെടുക്കുന്നു, മലപ്പുറത്തുകാരെ പോലീസ് അകാരണമായി പീഡിപ്പിക്കുന്നു എന്നൊക്കെയായിരുന്നു. ഈ അജണ്ടയുടെ ഗൗരവവും നീചത്വവും മനസ്സിലാക്കുകയും ഞാൻ വീണ്ടും ആ പരിപാടി കേൾക്കുകയും ചെയ്തപ്പോഴാണ് എനിക്ക് ദാവൂദ് ഇതിലൂടെ വർഗീയത ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്നത് എനിക്ക് മനസ്സിലായത്. ആ ദാവൂദ് ആ പരിപാടിയിൽ ചെയ്തത് ഇങ്ങനെയാണ്: എൻ്റെ വാഹനം പിടിച്ചത് വളരെ പ്രയാസത്തോടെ വിശദീകരിക്കുകയും അത് വിശദീകരിച്ച് കഴിഞ്ഞതിന് ശേഷം വളരെ വ്യക്തമായി എൻ്റെ വാഹനം പിടിച്ചത് ഇന്ന ആളാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടും അത് പ്രതിപാദിക്കാതെ നേരെ അതുമായി ഒരു ബന്ധവുമില്ലാത്ത 11 കിലോമീറ്റർ അപ്പുറമുള്ള വേറൊരു സ്റ്റേഷനിലെ ശശിധരൻ പിള്ള എന്ന് പറയുന്ന ഒരു CIയുടെ മേലേക്ക് ആ കേസ് ഇടുകയാണ്. അത് ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഫേസ്ബുക്കിൽ വീണ്ടും പറഞ്ഞു, ഇത് തെറ്റാണ്, എൻ്റെ വാഹനം പിടിച്ചത് ശശിധരൻ പിള്ളയല്ല. ഇത്തരത്തിലുള്ള പ്രചരണം നടത്തുന്നത് വർഗീയത ഈ നാട്ടിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ദാവൂദ് അടക്കമുള്ളവർ കരുതിക്കൂട്ടി ചെയ്യുന്നതാണ് എന്ന്. അത് പറഞ്ഞപ്പോൾ ഇവർക്ക് നൊന്തു. ഇവർ വീണ്ടും ഇന്നലെ ഒരു വീഡിയോ ഇട്ടു. ആ വീഡിയോയിൽ ദാവൂദ് ന്യായീകരിക്കുന്നതും ദാവൂദിന്റെ അടിമകളായിട്ടുള്ള മറ്റ് വർഗീയവാദികൾ പ്രചരിപ്പിക്കുന്നതും, ഞാൻ പറഞ്ഞു ശശിധരൻ പിള്ള എൻ്റെ വാഹനം പിടിച്ചെന്ന് ദാവൂദ് പറഞ്ഞു, പക്ഷെ ഇതിൽ എവിടെയാണ് ഈ ശശിധരൻ പിള്ളയാണ് സക്കറിയാന്റെ വാഹനം പിടിച്ചത് എന്ന് ദാവൂദ് പറയുന്നത് എന്നാണ്. നിങ്ങൾ ഈ വോയിസ് ഒന്ന് കേട്ടു നോക്കൂ, എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. ഇതെന്താ സംഭവം എന്ന് അറിയണമെങ്കിൽ കഴിഞ്ഞ ആഴ്ച കാളികാവ് ലോക്കൽ സെക്രട്ടറി CPM-ന്റെ ലോക്കൽ സെക്രട്ടറി ആയിരുന്ന
സക്കറിയ ഇട്ട പോസ്റ്റ് വായിക്കണം. അയാൾക്ക് ഇതേമാതിരി ലോറിയുണ്ട്. ലോറി നല്ല ചമന്ന ബോഡിയാണ്. സഖാവ് എന്നാണ് ലോറിയുടെ പേര്. പുള്ളിയുടെ ലോറി പോലീസ് പിടിച്ചിട്ടു. പോലീസ് പിടിച്ച എന്താ കാര്യം അറിയാം? ലൈഫ് പദ്ധതിയുടെ തറയിലേക്ക് മണ്ണടിക്കാൻ പോയി. അപ്പം മണ്ണടിക്കേണ്ട സ്ഥലത്തേക്ക് കയറുന്നതിന് മുമ്പ് വണ്ടി തിരിക്കണം. വണ്ടി തിരിക്കണേ അവിടെയുള്ള പാടത്ത് വെച്ചാണ് തിരിക്കേണ്ടത്. അപ്പോൾ തിരിക്കാൻ വേണ്ടി വണ്ടിയുടെ പിറകു ഭാഗം പാടത്തെത്തിയപ്പോഴേക്ക് പൊടുന്നനെ പോലീസ് പ്രത്യക്ഷപ്പെടുന്നു. വണ്ടി സീസ് ചെയ്യുന്നു. പാടത്ത് മണ്ണടി. ഇത് മായാവി കഥയല്ല നോവൽ. ഇതൊരു പാർട്ടി ലോക്കൽ സെക്രട്ടറി എഴുതിയിരിക്കുകയാണ്. അപ്പോൾ പാടത്ത് മണ്ണടിക്കാൻ വന്നതാണെന്ന് പറഞ്ഞ് വണ്ടി പിടിച്ചുകൊണ്ട് പോകുന്നു. അവസാനം 15 ലക്ഷം രൂപ അടച്ചാലേ വണ്ടി വിട്ടുകൊടുക്കുള്ളൂ. പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറിയാണ്. ഈ അൻവർ MLA കൂടി പരിശ്രമിച്ചുണ്ടാക്കിയ ലൈഫ് പദ്ധതിക്ക് വേണ്ടിയുള്ള തറയിൽ മണ്ണടിക്കാൻ പോയതാണ്. ഈ മനുഷ്യൻ ഹൈക്കോടതിയിൽ പോയി ഫൈറ്റ് ചെയ്തു. അതിനിടയിൽ ഇയാളുടെ EMI മുടങ്ങുന്നുണ്ട്. അങ്ങനെ പലതരം പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഇത് അവിടെ കാളികാവ് ഈ സുജിത് ദാസിന് വേണ്ടി പണിയെടുക്കും. സുജിത് ദാസ് മാറിയതുള്ളൂ. സുജിത് ദാസിന് വേണ്ടി പണിയെടുക്കുന്ന CIമാർ മലപ്പുറത്ത് ഏതാണ്ട് എല്ലാ സർക്കിളുകളുണ്ട്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കക്ഷിയാണ് കാളികാവ് CI ആയിരുന്ന ശശിധരൻ പിള്ള എന്ന് പറയുന്നത്. പുള്ളി കാളികാവ് സർക്കിൾ എന്തൊക്കെയാണ് ചെയ്തു കൂടി. സുജിത് ദാസിനെ കുറിച്ച് നടന്ന അതേ ഓഡിറ്റിംഗ് ഈ ശശിധരൻ പിള്ളയെ കുറിച്ച് നടത്തി കഴിഞ്ഞാൽ ഇതേക്കാൾ ഭീകരമായ കഥകൾ വരും. ഈ വോയിസ് കേട്ടാൽ ഒരു കാര്യം വ്യക്തമാണ്. ഇവർക്കിതിൽ ന്യായീകരിക്കാൻ കാര്യങ്ങളുണ്ട്. കാരണം ദാവൂദ് ഒരിക്കലും എന്റെ വാഹനം പിടിച്ചത് ശശിധരൻ പിള്ളയാണ് എന്ന് പറയുന്നില്ല. പക്ഷേ ഇവർ അതിലൂടെ ഒളിച്ചു കടത്തുന്ന ഒരു കാര്യമുണ്ട്. ആ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഈ വോയിസ് കേട്ട ആളുകൾക്ക് മനസ്സിലാവും ദാവൂദിനറിയാം എന്റെ വാഹനം പിടിച്ചത് ഷാവുൽ ഹമീദ് എന്ന് പറയുന്ന SI ആണെന്ന്. പക്ഷെ ഈ RSSും പോലീസും ഒത്തുകളിക്കുന്നു എന്ന ഈ പരിപാടിയിൽ ഷാവുൽ ഹമീദ് എന്ന പേരുപയോഗിച്ചാൽ അതിനൊരു ഗുമ്മ കിട്ടില്ല, തങ്ങളുടെ അജണ്ട നടപ്പിലാകില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ്. ഇതിൽ ഒരു ബന്ധവുമില്ലാതെ നിങ്ങൾ ശരിക്കൊന്ന് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്റെ വാഹനം പിടിച്ചതിനെ കുറിച്ച് നിരന്തരം പറഞ്ഞ് അവസാനിക്കുമ്പോൾ തന്നെ അടുത്ത സ്റ്റേഷനിലെ ശശിധരൻ പിള്ളയെ കുറിച്ചാണ് ഇയാൾ പറയുന്നത്. ഇത് രണ്ടും കൂട്ടിച്ചേർത്ത് നേരിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും എന്റെ വാഹനം പിടിച്ചത് ശശിധരൻ പിള്ളയാണ്, അയാൾ RSSന്റെ ആളാണ്, അയാൾ സുജിത് ദാസിന്റെ ആളാണ് എന്ന് വരുത്തി തീർക്കുന്ന രീതിയിലാണ് ഇയാൾ ഈ കാര്യം പറഞ്ഞത്. ഒരു കാര്യം ഇതാണ്, ഇങ്ങനെയാണ് ഇവർ നാട്ടിൽ വർഗീയത ഉണ്ടാക്കുന്നത്. വേറൊരു കാര്യം കൂടി വ്യക്തമാകാനായി ഇന്നലത്തെ ദാവൂദിന്റെ വീഡിയോ കണ്ടപ്പോൾ അത് ഒന്നുമല്ല, 96 മുതൽ 2001 വരെയാണ് കാലയളവിലാണ് സഖാവ് കണ്ണൻ വണ്ടൂര് MLA ആയത്. ആ സഖാവ് കണ്ണനെ കുറിച്ച് ഇതുവരെ ഇത്ര വർഷം 25ഓളം വർഷമായിട്ടും ഒരാൾ പോലും ആരോപിക്കാത്ത ഒരു ആരോപണമാണ് ഇന്നലെ ദാവൂദ് തന്റെ വീഡിയോയിലൂടെ പറഞ്ഞത്. ഒരു വർഗീയത നേരിട്ട് പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയപ്പോൾ അടുത്ത ഒരു കാര്യത്തിലേക്ക് പോയിരിക്കുകയാണ്. അയാൾ പറഞ്ഞത് സഖാവ് കണ്ണൻ മലപ്പുറം ജില്ലയെ അധിക്ഷേപിച്ചു. മലപ്പുറത്ത് കറുത്ത തുണി ശബരിമലക്ക് പോകുന്നവർക്ക് വേണ്ട കറുത്ത തുണി എടുക്കാനും അതുപോലെ ക്രിസ്തുമസിന് ക്രിസ്ത്യാനികൾ കെട്ടുന്ന സ്റ്റാർ വിൽക്കാനും മലപ്പുറത്തെ വ്യാപാരികൾ അനുവദിക്കുന്നില്ല എന്നാണ് ഇന്നലത്തെ വീഡിയോയിൽ ദാവൂദ് പറഞ്ഞത്. പക്ഷേ സത്യം എന്താണ്? ഇതാണ് ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയും ദാവൂദും അടക്കമുള്ള ആളുകൾ കാലങ്ങളായി ഈ നാട്ടിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് സത്യം എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 96 മുതൽ 2001 വരെ MLA ആയിരുന്ന സഖാവ് കണ്ണേട്ടൻ, അദ്ദേഹം അന്നത്തെ കാലത്ത് NDFന്റെ പ്രവർത്തനങ്ങൾ വളരെ വലിയ രീതിയിൽ നാട്ടിൽ നടക്കുന്ന ഒരു കാലമാണ്. ആ കാലത്ത് അതിന്റെ ഒരു ഭീകരത നിയമസഭയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി നടത്തിയ പ്രസംഗത്തിന്റെ ഭാഗമാണ് ദാവൂദ് ഉദ്ധരിച്ചത്. എങ്ങനെയാണ് കള്ളവും സത്യവും കൂട്ടിച്ചേർത്ത് ആളുകളിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്നത് ഇവര് എന്നതിന് ഇന്നലത്തെ ദാവൂദിന്റെ ഈ സംസാരം കൂടി തെളിവാണ്. അന്ന് സഖാവ് കണ്ണൻ സത്യത്തിൽ നിയമസഭയിൽ പറഞ്ഞത് എന്താണ്? NDF മലപ്പുറത്ത് കേരളത്തിലെ എല്ലായിടത്തും പോലെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ NDF ശ്രമിക്കുന്നു. NDF എന്ന് പറയുന്ന തീവ്രവാദ സംഘടന ചില സ്ഥലങ്ങളിൽ മലപ്പുറത്തെ വ്യാപാരികളെ ഭീഷണിപ്പെടുത്തുകയാണ്. അവർ ഭീഷണിപ്പെടുത്തുന്നത് ഇവിടെ ശബരിമലയ്ക്ക് പോകുന്നവർക്ക് എടുക്കുന്ന കറുത്ത തുണി വിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞാണ് അവർ ഭീഷണിപ്പെടുത്തുന്നത്. ഇവിടെ ക്രിസ്ത്യാനികളുടെ സ്റ്റാർ വിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞാണ്. അതുപോലെ തന്നെ രജിസ്റ്റർ മാരേജിന് സാക്ഷി പറയാൻ പാടില്ല എന്ന് പറഞ്ഞ്
LDF മലപ്പുറത്തെ ചില വ്യാപാരികളെയും ആളുകളെയും ഭീഷണിപ്പെടുത്തുന്നു എന്നാണ് അദ്ദേഹം നിയമസഭയിൽ അന്ന് അദ്ദേഹം പറഞ്ഞത്. അത് മാത്രമല്ല അന്ന് അദ്ദേഹം പറഞ്ഞത്, ഇത്തരത്തിലുള്ള LDFന്റെ പ്രവർത്തനം BJPക്കും RSSനും വളരാനുള്ള സാധ്യത കൂടി വർദ്ധിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഗവൺമെന്റ് അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടണം എന്നാണ് അന്ന് സഖാവ് കണ്ണൻ നിയമസഭയിൽ പറഞ്ഞത്. പക്ഷേ ദാവൂദ് പറഞ്ഞു വന്നപ്പോൾ അത് LDF ഇങ്ങനെ ചെയ്യുന്നു എന്ന വാക്ക് ഒഴിവാക്കി. ദാവൂദ് പറഞ്ഞു വന്നപ്പോൾ BJPയെ കുറിച്ച് സഖാവ് കണ്ണൻ പറഞ്ഞ വാക്കുകൾ ഒഴിവാക്കി. ദാവൂദ് പറഞ്ഞു വന്നപ്പോൾ അത് മലപ്പുറത്ത് ക്രിസ്ത്യാനികളുടെ സ്റ്റാർ വിൽക്കാനും മലപ്പുറത്ത് ശബരിമലക്ക് പോകുന്നവരുടെ തുണി വിൽക്കാനും അനുവദിക്കുന്നില്ല എന്ന് കണ്ണൻ പറഞ്ഞു എന്നാക്കി. എത്ര വ്യത്യാസത്തിലാണ് സത്യത്തെ ഈ നാറിയായിട്ടുള്ള തീവ്രവാദിയായിട്ടുള്ള ദാവൂദ് വളച്ചൊടിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഇങ്ങനെ തന്നെയാണ് എല്ലാ കാര്യങ്ങളിലും ഇവർ അസത്യം പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. എനിക്ക് ഈ ദാവൂദിനോടും ദാവൂദിനെ ന്യായീകരിക്കുന്നവരോടും മൗദൂദികളോടും പറയാനുള്ളത്, ഈ നാട് മലപ്പുറത്തിന്റെ മണ്ണ് അല്ലെങ്കിൽ ഈ കേരള മണ്ണ് മതേതരത്വത്തിന്റെ മണ്ണാണ്. നിങ്ങൾ അധിക്ഷേപിച്ച ഈ സഖാവ് കണ്ണൻ എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഖാവിന്റെ ക്ലാസ് കേട്ടാണ് ഞാൻ വളർന്നത് എന്ന് ദാവൂദ് ഒരു അവസരത്തിൽ പറയുന്നുണ്ട്. അഭിമാനത്തോടു കൂടി പറയുന്നു, ഇത്തരത്തിൽ കറകളഞ്ഞ മതേതര വിശ്വാസികളുടെ ക്ലാസ് കേട്ടാണ് ഞാനൊക്കെ വളർന്നത്. തന്നെ പോലെ മൗദൂദികളുടെ ക്ലാസ് കേട്ടല്ല ഞാൻ വളർന്നത്. അതിന്റെ ഒരു നിലപാട് എനിക്കുമുണ്ടാവും നിനക്കുമുണ്ടാവും. പക്ഷെ ഇത് കേരളമാണ്, താലിബാനല്ല എന്ന് ദാവൂദെ നീ ഓർക്കണം എന്ന് ഈ അവസരത്തിൽ നിന്നോട് ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ ഈ നാട്ടിൽ ദാവൂദിന് വേണ്ടി വാദിക്കുന്നവരോട് വിനീതമായി കൊണ്ട് പറയാനുള്ളത്, ഇത് അപകടം പിടിച്ച കളിയാണ്. ഈ അപകടം പിടിച്ച കളി ഇന്ന് ദാവൂദ് ജമാഅത്തെ ഇസ്ലാമി മീഡിയ വണ്ണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ചെറിയ സത്യം, ആ സത്യത്തിന്റെ പേരിൽ ഒരുപാട് കളവുകൾ പുരട്ടി അത് ഈ നാട്ടിൽ പ്രചരിപ്പിക്കുകയാണ്. എന്റെ വിഷയത്തിൽ ദാവൂദ് ചെയ്തതാണ്. എന്റെ വിഷയത്തിൽ ദാവൂദിന് എന്തെങ്കിലും മറുപടി ഉണ്ടെങ്കിൽ എന്തെങ്കിലും വിളിച്ചു പറയുകയല്ലാതെ ദാവൂദിനോട് ഒരിക്കൽ കൂടി എനിക്ക് ചോദിക്കാനുള്ളത് ഒരു കാര്യമാണ്. ദാവൂദ് എന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉദ്ധരിച്ചിട്ടാണ് ദാവൂദ് അതിന് അന്ന് ഔട്ട് ഓഫ് ഫോക്കസിൽ ആ പരിപാടി നടത്തിയത്. ആ പരിപാടിയിൽ ദാവൂദ് എന്തുകൊണ്ട് എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമായി ഞാൻ പറഞ്ഞ അന്നത്തെ അവിടുത്തെ എന്റെ വാഹനം പിടിച്ച SI ആയിരുന്ന ഷാവുൽ ഹമീദിന്റെ പേര് പറയാൻ വിട്ടുപോയി? എന്തുകൊണ്ട് പറഞ്ഞില്ല? ഈ സംഭവവുമായി ഒരു ബന്ധവുമില്ലാത്ത ശശിധരൻ പിള്ള എന്ന് പറയുന്ന CIയെ എന്തിന് ആ കേസിലേക്ക് ദാവൂദ് വലിച്ചു കൊണ്ടുവന്നു? അതിന് മറുപടി ദാവൂദ് ന്യായീകരണമായി പറയുന്നത് എന്റെ വേറൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട് എന്നാണ്. ശരിയാണ്, എന്റെ വേറൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. ഞാനൊരു പൊതുപ്രവർത്തകനാണ്. പല സമയത്തും പോലീസിനെ വിമർശിച്ചും പോലീസിനെ പുകഴ്ത്തിയും ഞാൻ പല ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട്. അതൊക്കെ സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇടല്. എന്നാൽ എന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വാഹനം പിടിച്ചതുമായി ബന്ധപ്പെട്ട എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു കാരണവശാലും ശശിധരൻ പിള്ള എന്നയാളുടെ പേര് ഞാൻ പ്രതിപാദിച്ചിട്ടില്ല. പിന്നെ എവിടെന്നാണ് ഈ പേര് വാഹനവും പിടിച്ചതുമായി ബന്ധപ്പെട്ടിട്ട് ഈ പേര് എവിടുന്നാണ് ദാവൂദിന് കിട്ടിയത്? ഇങ്ങനെ അസത്യം പ്രചരിപ്പിക്കുക. അതേപോലെ തന്നെ സഖാവ് കണ്ണൻ LDF ഈ നാട്ടിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്ന് പറയുമ്പോൾ ആ LDF നടത്തുന്നു എന്ന് പറയുന്നത് വെട്ടിമാറ്റുക, എന്നിട്ട് പകരം പറയുക. സഖാവ് കണ്ണൻ പറയുന്നു ഈ മലപ്പുറത്ത് സ്റ്റാർ വിൽക്കാൻ പാടില്ല. സഖാവ് കണ്ണൻ പറയുന്നു മലപ്പുറത്ത് തുണി വിൽക്കാൻ പാടില്ല. ഇങ്ങനെ പറയുന്നു എന്ന് പറയുക. ഇങ്ങനെ അസത്യം പ്രചരിപ്പിക്കുന്ന ദാവൂദിനോട് ഒരിക്കൽ കൂടി പറയാനുള്ളത്, ഇതും കേരളമാണ്. ഈ കേരളത്തിൽ ഇത്തരത്തിലുള്ള വർഗീയത മേയില്ല, ഇത്തരത്തിലുള്ള വർഗീയത വായില്ല. ഇത്തരത്തിൽ വർഗീയമായി ജീവിക്കുന്നതിലേറെ, ഇത്തരത്തിൽ വർഗീയത പുലമ്പി ജീവിക്കുന്നതിലേറെ നല്ലത് വേറെ എന്തെങ്കിലും പണിക്ക് പോകുന്നതാണ്. അതല്ലെങ്കിൽ അതിനത്തോളം മൂത്തിട്ടുണ്ടെങ്കിൽ താലിബാനിലേക്കോ സിറിയയിലേക്കോ പോകുന്നതാണ്. ഇവിടെ ദാവൂദിന്റെ ജീവിതകാലം മുഴുവൻ എത്ര വർഗീയത വിളമ്പിയാലും ഇത് സഖാവ് കണ്ണന്മാരുടെ നാടാണ്. ഈ നാട്ടിൽ വർഗീയത വേവില്ല. 1996 മുതൽ 2001 വരെ MLA ആയിരുന്ന സഖാവ് കണ്ണേട്ടനെ കുറിച്ചാണ് പറഞ്ഞത്. ആ സഖാവ് കണ്ണേട്ടൻ ഈ മലപ്പുറം ജില്ലയിലെ തിരുവാലി പഞ്ചായത്തിന്റെ പ്രസിഡന്റ് കൂടി ആ കാലയളവിനുള്ളിൽ ആയ ആളാണ്. CPM എന്ന
പാർട്ടിയെ വീണ്ടും ഏരിയ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി മെമ്പറുമായി നഴിച്ച ആളാണ്. അതുകൊണ്ട് ദാവൂദ് മനസ്സിലാക്കേണ്ടത് ഇത്തരം ജൽപ്പനങ്ങൾ കൊണ്ടൊന്നും ഈ മലപ്പുറത്തിന്റെ മതേതര മനസ്സിന് യാതൊരു ഇടിവും പറ്റില്ല എന്നാണ് പറയാനുള്ളത്.